ഹലോ ഹായ് ഗൈസ്. ഇന്ന് ഇത് കുവൈറ്റാണ്. ഞാനൊരു പ്രവാസിയാണ്. അപ്പോൾ ഇന്ന് കുവൈറ്റിലെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. കുവൈറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര് സിനി എന്നാണ്. ഞാൻ കുവൈറ്റിലാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ കാണുന്നത്. ഇനി പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. കുറച്ച് ചിക്കൻ എടുത്ത് വെളിയിലിട്ടിട്ടുണ്ട്, അതൊന്ന് കറി വയ്ക്കണം. കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ അത് ഇന്ന് ഫുഡ് ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് വീഡിയോ ആണ് എൻ്റെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സബോള എടുത്തിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക് എടുത്തുകൊണ്ട് വന്നില്ല. പച്ചമുളക് എടുത്തുകൊണ്ട് വരണം. അത് ഫ്രിഡ്ജിനകത്തുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ഇത് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ചിക്കൻ കറി വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഗായ്സ്, നമുക്ക് പച്ചമുളകില്ല. പച്ചമുളക് ഇനി പോയി വാങ്ങിച്ചുകൊണ്ട് വരണം. ഞാൻ വെളിയിൽ പോയാലേ അത് നടക്കത്തുള്ളൂ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇവിടെ ഇങ്ങനത്തെ ഓയിലാണ് കേട്ടോ. കുവൈറ്റിൽ ഇത് അവരുടെ റേഷനാണ്, പക്ഷേ നമുക്ക് ഇത് വെളിയിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇല്ലെങ്കിൽ നമ്മൾ വേറെ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കണം. ഇത് ഞാനൊരു കുവൈറ്റ് വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു മാമ എനിക്ക് തന്നതാണ്. അപ്പോൾ കുറച്ച് കടക് ഇട്ടു. ഞാൻ എല്ലാ ജോലിക്കും പോകും കേട്ടോ. ഇന്ന ജോലിയൊന്നുമില്ല, എല്ലാ ജോലിക്കും പോകും. അപ്പോൾ കിട്ടുന്ന ജോലിക്ക് നമ്മൾ അങ്ങ് പോകും, ജീവിക്കണ്ടേ. അപ്പോൾ അങ്ങനെ പോകും. പിന്നെ കടുക് പൊട്ടിയില്ല, കടുക് പൊട്ടട്ടെ. പിന്നെ ഞാൻ കോട്ടയം പാലയാണ്. എനിക്ക് 2 പിള്ളേരുണ്ട്. ഒരാൾ 9ൽ പഠിക്കുന്നു, ഒരാൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പോൾ ക്രിസ്മസിൻ്റെ പരീക്ഷയൊക്കെ അടുത്ത് വരുന്നു. അതുകൊണ്ട് നല്ല പഠിത്തമാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ വിളിക്കുമ്പോൾ അവർ പഠിക്കുന്നു, പഠിത്തമാണെന്നൊക്കെ പറയുന്നു. മാർക്ക് വരുമ്പോൾ അറിയാം എങ്ങനെയാണെന്നുള്ളത്. മോളുടെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല, പക്ഷെ മോന് അത്രയ്ക്കങ്ങ് പോരാ. ആളെ പറഞ്ഞ് പുള്ളി കളിയുടെ പുറകിലങ്ങ് പോവും. പറഞ്ഞ് ആക്കുന്നുണ്ട്. എന്തായാലും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അങ്ങ് ഇടുകയാണ്. അത് മൂത്ത് വരുമ്പോൾ സബോളയും കൂടി ഇടാം. അപ്പോൾ ഞാൻ പൊട്ടറ്റോയും കൂടെ അതിന് കൂടെ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് വഴന്ന് വരട്ടെ. സബോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എടുത്തുകൊണ്ട് തരണം. കറിവേപ്പില. അപ്പം ഞാൻ ഇതിനകത്ത് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ടു കേട്ടോ. പിന്നെ ഇത് പൊടി കുറച്ച്, ഇത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അങ്ങനെ നമ്മളെല്ലാം യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വരും. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് വരത്തില്ല. അങ്ങനെ ചൂടുവെള്ളം ഇല്ലാതിട്ട് ഞാൻ കിറ്റിൽ ചൂടുവെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ഫ്ലാസ്കിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ആയി വരുമ്പോഴത്തേക്കും ഒന്ന് ചൂടാവണം. ഒന്നും കൂടി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. കരിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. ചെറിയ തീയിൽ, സിമ്മിൽ തീ ഇടുക. എന്നിട്ട് കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും.
ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. ഓക്കെ. ഇതിൻ്റെ കളറ് കണ്ടുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. ഇത് കുറച്ച് എരിവുള്ള മുളക് പൊടിയും അല്ലാത്ത മുളക് പൊടി മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അതാണ് ഇത്രയും കളറ് തോന്നുന്നത്. പക്ഷെ വലിയ എരിവൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മുടെ ഇറച്ചിക്കറി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെ ഫ്രിഡ്ജിനകത്ത് വെറുതെ ഇരിക്കുക. സാമ്പാർ വെക്കാനായിട്ട് കഴിഞ്ഞ ദിവസം കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. വെറുതെ ഇരുന്ന് ചെള്ളായി പോകും. പിന്നെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ച്. എന്തായാലും കിടക്കട്ടെ, എന്തായാലും വേഗട്ടെ. ഓക്കെ ഗൈസ്, ഇതാണ് കുവൈറ്റ്. ഞാൻ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഞങ്ങളുടെ റൂമിൻ്റെ സൈഡിലായിട്ടൊരു ബാൽക്കണി ഉണ്ട്, അതിലിറങ്ങി നിൽക്കുക. പിന്നെ വണ്ടി പോകുന്നതൊക്കെ കാണാം. അങ്ങനെ 10 വർഷമായി ഞാൻ കുവൈറ്റ് വന്നിട്ട്. എത്ര റൂമുകൾ മാറി, എത്ര ജോലികൾ ചെയ്തു. ഒന്നും പറയാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് ഡ്യൂട്ടി വരുമ്പോൾ ആ സ്ഥലത്തേക്ക് റൂം മാറും. അങ്ങനെയാണ് ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളെവിടെ ചെന്നാലും അങ്ങനെയാണല്ലോ, ഒരു സ്ഥലത്ത് സ്ഥിരതയില്ലല്ലോ. അങ്ങനെ ഒരു പ്രവാസ ജീവിതം 10 വർഷമായി. എന്നിട്ടും കടങ്ങളൊന്നും തീർന്നില്ല. നാട്ടിൽ ഇപ്പോഴും കടങ്ങളും പേറി ഇങ്ങനെ നിൽക്കുന്നു. കുറേ കടങ്ങൾ മാത്രം മിച്ചം. പിന്നെ ഒരു സമാധാനമുള്ളത് പിള്ളേരെ നോക്കാം, പിള്ളേരെ നോക്കി പിള്ളേരെ പഠിപ്പിച്ചൊരു നിലയിൽ എത്തിക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു ലൈഫ്. ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുമ്പോൾ ഒരു സമാധാനം. എന്നാലും നമ്മുടെ നാടിൻ്റെ അത്ര വലിയൊരു സമാധാനം കിട്ടത്തില്ല കേട്ടോ. നമ്മുടെ അവിടുത്തെ നാടിൻ്റെ ഒരു പച്ചപ്പും കാര്യങ്ങളും ഒന്നും നമുക്ക് കിട്ടത്തില്ല. ആ ഒരു സമാധാനം എന്തായാലും നമുക്കിവിടെ കിട്ടത്തില്ല. നാട്ടിലുള്ളവരൊക്കെ എത്രയോ ഭാഗ്യവാന്മാർ. ഞാൻ പറയണ എൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. വണ്ടിയുടെ സൗണ്ട് കാരണം കേൾക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ് എല്ലാവർക്കും. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് പോയി. അപ്പം നാളെ കഴിയുമെങ്കിൽ നാളെ വേറൊരു വീഡിയോയും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.